ഹായ് ഫ്രണ്ട്സ്, കുട്ടി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്, ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഗോബി മഞ്ചൂരിയൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പറഞ്ഞ ആവശ്യമില്ല, നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കാനായിട്ട് ആദ്യം നമ്മൾ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വിനെഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പാണ്. നിങ്ങൾക്ക് വിനാഗിരിക്ക് വരെ വേണമെങ്കിൽ നാരങ്ങ നീര് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കോളിഫ്ലവറിൽ ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അതെല്ലാം കുക്ക് ചെയ്തൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കോളിഫ്ലവറിൽ ഫ്രൈ ചെയ്യാനൊരു കോട്ടിംഗ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഫ്ലവറാണ്. കോൺഫ്ലവറും മൈദയും ഞാൻ ഒരേ പ്രൊപ്പോർഷനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെച്ചാണ് രണ്ടും ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദയും കോൺഫ്ലവറും എപ്പോഴും ഒരേ അളവിൽ തന്നെ എടുക്കുക. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്യേണ്ടത് കുറച്ച് വിനെഗറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിനെഗറിന് വരെ നാരങ്ങ നീര് യൂസ് ചെയ്യാം. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കുരുമുളകാണ്. ഇത്ര ആഡ് ചെയ്താണ് നമ്മൾ മിക്സറിനുള്ള സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ദോശയുടെ ഒരു ബാറ്റർ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ കോളിഫ്ലവറിൽ കോട്ടിംഗ് ഒന്നും നേരെ പിടിക്കത്തില്ല. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ സ്പ്ലിറ്റായി പോകും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാക്സിമം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുക്ക് ചെയ്ത് ഇങ്ങനെ കോളിഫ്ലവറിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പം ഉടയാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫുള്ളി കുക്ക് ചെയ്യരുതെന്ന്. അപ്പോൾ പാർഷ്യലി കുക്ക് ചെയ്ത് നമ്മളെ കോളിഫ്ലവറിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. എല്ലായിടത്തും നല്ല രീതിയിലാവുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നമ്മൾ ഇതുപോലത്തെ ചൈനീസ് ഡിഷുകൾക്കെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എണ്ണയെല്ലാം നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടുമ്പോൾ മാക്സിമം സ്പ്ലിറ്റ് ചെയ്തിടാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഹീറ്റ് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നമ്മളുടെ കോളിഫ്ലവറെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനെല്ലാം അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മളുടെ ഗോബി മഞ്ചൂരിയനുള്ള ഗ്രേവി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയൻ്റെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം നല്ല ഹൈ ഹീറ്റിലും അതുപോലെ പെട്ടെന്നും ചെയ്യണം. അപ്പോൾ നമ്മൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളുടെ പച്ചമുളക്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ബൾബ് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് സോത്ത് ചെയ്യുക. കാരണം നമ്മൾ ചൈനീസ് കുക്കിംഗ് എപ്പോഴും ചെയ്യുന്നത് വളരെ സ്പീഡിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ റെഡിയാക്കി വയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മാക്സിമം ഹൈ ഹീറ്റിലിട്ട് തന്നെ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ ചൈനീസ് കുക്കിങ്ങിൽ എല്ലാം നമ്മൾ ഫുള്ളി കുക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പാർഷ്യലി ഒരു കുക്കിങ്ങിലാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഓണിയനാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 2-3 എണ്ണം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്താലും മതിയാവും. കാരണം നമ്മൾ തുടക്കത്തിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കളർ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കോൺഫ്ലവറൊക്കെ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആഡ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യേണ്ടതെന്ന് കുറച്ച് കുരുമുളകും ഉപ്പും മാത്രമാണ്. ഈ 2 സീസണിങ് മാത്രമേ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ സ്പൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് പിന്നെ ആഡ് ചെയ്യേണ്ടതെന്ന് സോസുകളാണ്. അപ്പോൾ ഞാൻ ഇവിടെ കെച്ചപ്പും നമ്മുടെ സോയ സോസും അതുപോലെ തന്നെ കുറച്ച് ചില്ലി സോസും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ കെച്ചപ്പിൻ്റെ നേർ പകുതിയാണ് സോയ സോസും അതുപോലെ തന്നെ ചില്ലി സോസും. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കോളിഫ്ലവറിൻ്റെ എല്ലായിടത്തും ആ ഗ്രേവി ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ചെറിയ രീതിയിലൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോളിഫ്ലവറിൽ എല്ലായിടത്തും നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ കോൺ സ്റ്റാർച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ 1 സ്പൂൺ കോൺഫ്ലവർ 2 സ്പൂൺ നമ്മളുടെ വെള്ളം എന്നുള്ള രീതിയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തിക്കാക്കി എടുക്കുക നമ്മളുടെ ഗ്രേവി.
പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാത്തായിട്ടാണ്. ഇതുപോലെ നല്ല വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെയും ക്യാമറയോടൊപ്പം ഇറ്റ്സ് മീ ആഗഡ് സൈനിങ് ഓഫ്.